നമസ്കാരം, ഏവർക്കും ബയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് +1 ബയോളജിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനുമായിട്ടാണ്. പഠിക്കുമ്പോൾ ETSും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലേ? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് H+ അയോണുകളും ഇലക്ട്രോണുകളും മൂവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ATP ഫോർമേഷൻ നടക്കുന്നതെന്നും എങ്ങനെയാണ് വാട്ടർ ഫോർമേഷൻ നടക്കുന്നതെന്നും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പോസിബിൾ ക്വസ്റ്റ്യൻസും കൂടി വർക്ക് ചെയ്യുമ്പോൾ ETS വളരെ സിമ്പിളായി തോന്നും. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം അഥവാ ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുന്നത് ETSൻ്റെയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെയും പ്രോസസ്സ് കഴിയുമ്പോഴാണ്. ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ടഫായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എളുപ്പമാകും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ETS അല്ലെങ്കിൽ എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? ഇത് നടക്കേണ്ട ആവശ്യകത എന്ത്? എവിടെയാണ് ഇത് നടക്കുന്നത്? ഏത് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്? ആദ്യം നമുക്കതൊന്ന് ഓർത്ത് നോക്കാം. റെസ്പിറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ഗ്ലൈക്കോളിസിന്റെയും സിട്രിക് ആസിഡ് സൈക്കിളിന്റെയും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. റെസ്പിറേഷന്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറയുന്നത് എയറോബിക്കിന്റെ ആയാലും അനേറോബിക് റെസ്പിറേഷന്റെ ആയാലും ആദ്യ പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് പാർഷ്യൽ ഓക്സിഡേഷൻ വഴി പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡിൽ മാറുന്ന പ്രോസസ്സായിരുന്നു ഗ്ലൈക്കോളിസിസ്. അത് നടന്നത് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ എൻട്രി ചെയ്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയുമായി മാറുന്ന പ്രോസസ്സാണ് ക്രബ്സ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ ഇവിടെ സംഭവിക്കുന്നത്. അവിടെ വെച്ചിട്ട് അസറ്റൈൽ കോയായിട്ട് മാറിയ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലുള്ള ഓക്സാലോ അസറ്റിക് ആസിഡുമായി കമ്പൈൻ ചെയ്ത് സിട്രിക് ആസിഡ് ഉണ്ടാവുകയും തുടർന്ന് ക്രബ്സ് സൈക്കിളിലൂടെ പങ്കെടുത്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുകയും എനർജി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ ക്രബ്സ് സൈക്കിളിൽ പഠിച്ചത്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ കാർബൺ ഡയോക്സൈഡും എനർജി എന്ന് പറയുന്നത് NADHന്റെയും FADH2ന്റെയും GTPയുടെയും രൂപത്തിലാണ് ഉണ്ടായത്. ATP അല്ല ഉണ്ടായത്, അല്ലേ? അവിടെ NADH ഉണ്ടായേണ്ട ആവശ്യകത എന്തായിരുന്നു? അല്ലെങ്കിൽ FADH2 ഉണ്ടായേണ്ട ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ NADHും FADHും ഉണ്ടായത്? അതൊക്കെയാണ് നമ്മൾ ETSിലൂടെ ചർച്ച ചെയ്യുന്നത്. റെസ്പിറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നടക്കണമെങ്കിൽ വാട്ടർ കൂടെ ഉണ്ടാകണം. അതായത് റെസ്പിറേഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും അതുപോലെ വാട്ടറുമാണ്. ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വാട്ടർ ഉണ്ടാകുന്നത്? ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. മൈറ്റോകോൺട്രിയയുടെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ചാണ് തന്നിരിക്കുന്നത്. അതായത് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ, ദെൻ ഇന്നർ മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനായ ക്രിസ്റ്റേ, ആ ക്രിസ്റ്റയിൽ കാണുന്ന ടെന്നീസ് റാക്കറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സായ ഓക്സിസോമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്സിസോം നിങ്ങൾക്ക് കറുത്ത ബബിൾസ് പോലെ, ബോൾ പോലെ, മുത്തുകൾ പോലെ കാണുന്നത് ഓക്സിസോംസാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ഓരോ ഭാഗത്തും ശ്രദ്ധിക്കുക. ഒരു 3 ആരോ മാർക്ക്, ചുമന്ന കളറിലുള്ള 3 ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കാണാം. അത് 2 മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ്റർ മെംബ്രെയിനെ സ്പേസിലോട്ടാണ് ആ ആരോ മാർക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ തവണയും NADHും FADH2 ഉണ്ടാകുമ്പോൾ ഇത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന H+ അയോണുകൾ ഇന്നർ മെംബ്രെയിനിലുള്ള 3 കോംപ്ലക്സിലൂടെ ഈ സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സിമ്പിളായി പറയുകയാണെങ്കിൽ NADHൻ്റെയും FADH2ൻ്റെയും ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന H+ അയോണുകൾ 3 കോംപ്ലക്സുകൾ, ഈ 3 കോംപ്ലക്സുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്നർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന 3 കോംപ്ലക്സിലൂടെ സ്പേസിലോട്ട് H+ ഷിഫ്റ്റ് ചെയ്യുന്നു. അത് എല്ലാ മെംബ്രെയിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അതാണ് ഓരോ ഭാഗത്തും 3 ആരോ മാർക്ക് വീതം സ്പേസിലോട്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്പേസിൽ H+ൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് മാട്രിക്സിനകത്ത് H+ൻ്റെ അളവ് കുറയുകയും ചെയ്യും.
ഒരു മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലും പ്രോട്ടോണുകളുടെ അളവിൽ വ്യത്യാസമുണ്ടായാൽ അത് പ്രോട്ടോൺ ഗ്രേഡിയൻ ഡിഫറൻസിന് കാരണമാകും. പ്രോട്ടോൺ ഗ്രേഡിയൻ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പി എച്ചിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ സ്പേസിൽ നിന്നും കുറച്ച് H+ അയോണുകളെ തിരികെ മാട്രിക്സിലേക്ക് കടത്തിവിടും. ആ തിരികെ മാട്രിക്സിലേക്ക് കടത്തിവിടുന്നത് നിങ്ങൾ അകത്തേക്കുള്ള ആരോ മാർക്ക് നോക്കുക. ഏതിലൂടെയാണ് ആ ചുമന്ന ആരോ മാർക്ക് അകത്തോട്ട് പോയിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഓക്സിസോംസിലൂടെയാണ് അല്ലേ. ഓക്സിസോം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ചില പ്രോട്ടീനുകൾ, മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചില പ്രോട്ടീനുകൾ ഈ H+ അയോണിൻ്റെ റിട്ടേൺ ബാക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്ത H+ അയോണുകളിൽ നിന്നും കുറച്ച് H+ അയോണുകൾ മെംബ്രെയിനിൽ തന്നെ കാണപ്പെടുന്ന മറ്റൊരു കോംപ്ലക്സ് വഴി അകത്തേക്ക് മാട്രിക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് സൈഡിലും, ഒരു മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലും, സ്പേസിൻ്റെ ഭാഗത്തും മാട്രിക്സിൻ്റെ ഭാഗത്തും H+ അയോണുകൾ ഈക്വലൈസ് ചെയ്യുന്നു. ഇതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, NADH FADH2 ഓക്സിഡൈസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന H+ അയോണുകളെ മെംബ്രെയിനിലുള്ള 3 കോംപ്ലക്സിലൂടെ പുറത്തോട്ട് സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ പ്രോട്ടോൺ ഗ്രേഡിയൻ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് H+ അയോണുകളെ മെംബ്രെയിനിൽ തന്നെയുള്ള മറ്റൊരു കോംപ്ലക്സ് വഴി അകത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. ആ കോംപ്ലക്സ് കാണപ്പെടുന്നത് ഓക്സിസോംസിലാണ്. ആ കറുത്ത ബബിൾ പോലെ, ടെന്നീസ് റാക്കറ്റ് പോലെ കാണുന്ന ബബിൾസിലൂടെയാണ്, അതായത് ടെന്നീസ് റാക്കറ്റിലെ സ്ട്രച്ചേഴ്സിലൂടെയാണ് H+ അയോണുകൾ തിരികെ മാട്രിക്സിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ H+ അയോണുകൾ പ്രവേശിക്കുമ്പോഴാണ് ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ATP സിന്തസിസ് നമ്മൾ വിളിക്കുന്ന പേര് ഫോസ്ഫോറിലേഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിലും എനർജി വേണ്ടേ? ATP ഫോർമേഷൻ നടക്കണമെങ്കിലും എനർജി വേണ്ടേ? ഇതിനു വേണ്ടിയുള്ള എനർജിയാണ് NADH-ലും FADH-ലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ NADH-ന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ 3 ATP രൂപത്തിലും FADH-ന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ 2 ATP രൂപത്തിലുമാണ് മൈറ്റോകോൺഡ്രിയയ്ക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എനർജി ലഭ്യമാകുന്നത്. ഈ ATP സിന്തസിസ് അഥവാ ഫോസ്ഫോറിലേഷൻ എവിടെ നടക്കുന്നു? ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയിലും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള ATP നിർമ്മിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ്. അവിടെ നമ്മൾ കെമി ഓസ്മോട്ടിക് തിയറിയിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഫോട്ടോസിന്തസിന് ആവശ്യമായ ATP നിർമ്മിക്കപ്പെടുന്നത് അവിടെ ലൈറ്റ് ഫേസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട NADPHൻ്റെ ഓക്സിഡേഷൻ വഴിയാണ്. അതായത് ലൈറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്, അതായത് NADPH യൂട്ടിലൈസ് കൊണ്ടാണ് ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ATP സിന്തസിസ് അഥവാ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. എന്നാൽ റെസ്പിറേഷനിൽ ATP സിന്തസിസ് നടക്കുന്നത് നേരത്തെ പറഞ്ഞ ക്രെബ്സ് സൈക്കിളിലൂടെ ഉണ്ടായ NADH-ൻ്റെയും FADH2ൻ്റെയും ഓക്സിഡേഷൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നീ പ്രോസസ്സുകളുടെ ഫലമായിട്ട് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അതായത് ATP സിന്തസിസ് നടക്കുന്നു. NADH-ൻ്റെയും FADH2ൻ്റെയും ഓക്സിഡേഷൻ, റിഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ATP സിന്തസിസ് അഥവാ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ, ATP സിന്തസിസിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ക്രിസ്റ്റലിലുള്ള ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചേഴ്സായ ഓക്സിസോമിനുള്ളിലാണ്. ഓക്സിസോമിനുള്ളിലാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അപ്പോൾ ETSൻ്റെ ഒരു ചുരുക്ക രൂപം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് NADH FADH2 ഉണ്ടാകുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന H+ അയോണുകളെ 3 കോംപ്ലക്സിൻ്റെ സഹായത്താൽ മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിനിൽ നിന്നും അത് സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം തിരികെ കുറച്ച് H+ അയോണുകൾ മൈറ്റോകോൺഡ്രിയയുടെ ക്രിസ്റ്റലിൽ കാണുന്ന ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചേഴ്സായ ഓക്സിസോം എന്ന പ്രോട്ടീൻ വഴി തിരികെ മാട്രിക്സിൽ പ്രവേശിക്കുമ്പോഴാണ് ATP ഫോർമേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ATP പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ H+ അയോണുകളുടെയും ഇലക്ട്രോണുകളുടെയും മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഓരോ തവണയും H+ അയോണുകൾ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ H+ അയോണായ പ്രോട്ടോൺ ഉണ്ടാകുമ്പോൾ കൂടെ ഇലക്ട്രോൺസും ഉണ്ടാകും അല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. അത് ഈ മെമ്പറിൽ തന്നെയുള്ള ചില ഇലക്ട്രോൺ ക്യാരിയർ പ്രോട്ടീൻ അതുപോലെ കോഎൻസൈമുകളുടെ സഹായത്താൽ ഈ ഇലക്ട്രോണുകൾ നേരെ ഓക്സിജൻ്റെ അടുത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ച് H+മായി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് മറ്റൊരു ചിത്രത്തിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. From the oxidation of NADH and FADH2, energy released and utilized in respiration. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. NADH-ൻ്റെയും FADH2ൻ്റെയും ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന എനർജിയാണ് റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. When oxidation takes place in NADH and FADH2, H+ ions and electrons are transported and finally they are accepted by oxygen and form water. അതായത്
NADHൻ്റെയും FADHൻ്റെയും ഓക്സിഡേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന H+ അയോണുകളും ഇലക്ട്രോണുകളും ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി വാട്ടർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്സിജൻ ഈസ് ദ ഫൈനൽ അക്സെപ്റ്റർ ഓഫ് H+ അയോൺ. ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓക്സിജനാണ് ഇലക്ട്രോണുകളെയും അതുപോലെ തന്നെ പ്രോട്ടോണുകളെയും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫൈനൽ അക്സെപ്റ്റർ എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. H+ ions are transported into the intermembrane space through 3 different complexes such as complex 1, complex 3 and complex 4. അതായത് ആ ആരോ മാർക്ക് നോക്കുക, 3 ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. H+ അയോണുകൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ആ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നത് 3 കോംപ്ലക്സുകളിലൂടെയാണ്. ആ 3 കോംപ്ലക്സുകളുടെ പേര് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4. ഈ 3 കോംപ്ലക്സ് വഴിയാണ് 3 ആരോ മാർക്ക് പുറത്തോട്ട് മൂവ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, സ്പേസിലോട്ട്. ഈ കോംപ്ലക്സ് വഴിയാണ് H+ അയോണുകൾ സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. Finally, H+ ions are returned back to the complex 5. As a result, ATP is formed. അവസാനം സ്പേസിൽ H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കുറച്ച് H+ അയോണുകൾ ക്രിസ്റ്റലിലുള്ള ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചേഴ്സായ ഓക്സിസോമിലൂടെ ആ H+ അയോണുകൾ തിരികെ മാട്രിക്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഇൻ ഫോസ്ഫോറിലേഷൻ, ലൈറ്റ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻ. ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ലൈറ്റ് എനർജിയാണ് ഫോസ്ഫോറിലേഷൻ ഉപയോഗിക്കുന്നത്. സാധാരണ ഫോട്ടോസിന്തസിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇൻ റെസ്പിറേഷൻ, എനർജി യൂട്ടിലൈസ്ഡ് ഡ്യൂ ടു ദ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സ്. എന്നാൽ റെസ്പിറേഷനിൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെയാണ്. സോ ദ പ്രോസസ് ആർ സെറ്റ് ടു ബി ഓക്സിഡേറ്റീവ് ഫോസ്ഫോ റിലേഷൻ. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോ റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. During ATP formation in complex 5, 2 H+ ions are returned back to the matrix for maintaining the proton gradient. അതായത് ATP സിന്തസിസ് അഥവാ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന സമയത്ത്, അത് എവിടെയാണ് നടക്കുന്നത്, കോംപ്ലക്സ് 5ലാണ് നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് 2 മോളിക്യൂൾ H+ അയോണുകൾ തിരികെ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലോട്ട് പ്രവേശിച്ച പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് ഇല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ 5ാമത്തെ കോംപ്ലക്സിൻ്റെ ഫിഗർ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇന്നർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചർ, മഞ്ഞ കളറിൽ യെല്ലോ കളറിൽ കാണുന്ന ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചറാണ് 5th കോംപ്ലക്സ്. അതായത് ശരിക്കും അത് ഓക്സിസോംസ് ആണ്. ഓക്സിസോമിന് 2 പാർട്ടുണ്ട്, F0, F1 പാർട്ടുണ്ട്. ഇത് രണ്ടും പ്രോട്ടീനുകളാണ്. 5ാമത്തെ കോംപ്ലക്സ് കാണപ്പെടുന്നത് ആ F1 പാർട്ടിക്കിളിലാണ്. അതിലൂടെ H+ അയോണുകൾ കടന്നു പോകുമ്പോഴാണ് ഫോസ്ഫോറിലേഷൻ നടന്ന് ATP ഫോർമേഷൻ നടക്കുന്നത്. ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നത്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് H+ അയോണുകളും ഇലക്ട്രോണുകളും എങ്ങനെയാണ് ഓക്സിജൻ്റെ അടുത്ത് എത്തുക, അതിനുശേഷം എങ്ങനെയാണ് ATP ഫോർമേഷൻ നടക്കുന്നത്, ഈ ഇലക്ട്രോണുകളെ ആരാണ് സ്വീകരിച്ച് അവസാനം ഓക്സിജനിൽ എത്തിക്കുന്നത്, ഇത് എവിടെ നടക്കുന്നു എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓരോ കോംപ്ലക്സുകളും, പ്രധാനമായി 5 തരം കോംപ്ലക്സ് ഉണ്ട്. 5 തരം കോംപ്ലക്സും എവിടെ കാണപ്പെടുന്നു, അതിലൂടെ എങ്ങനെയാണ് H+ അയോണുകളും ഇലക്ട്രോണുകളും കടന്നു പോകുന്നത് എന്നതെല്ലാം ഓരോ കോംപ്ലക്സും ഓർത്തിരിക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ETSൽ പങ്കെടുക്കുന്ന 5 തരം കോംപ്ലക്സ് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ETSലെ 1ാമത്തെ കോംപ്ലക്സ് ഏതാണെന്ന് നോക്കാം. NADH ഡീഹൈഡ്രോജനസ് കോംപ്ലക്സ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഓരോ തവണയും NADHൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന H+ അയോണുകളെ ഈ കോംപ്ലക്സ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ചിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ആരോ മാർക്കിലൂടെ H+ അയോണുകൾ 1ാമത്തെ കോംപ്ലക്സിലൂടെ കടന്നു പോകുന്നത്. FMN, FES എന്ന് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് കോംപ്ലക്സ് കണ്ടില്ലേ, അവിടെ ആ ഒരു കോംപ്ലക്സിലൂടെ H+ അയോൺ 4 H+ അയോണുകളും സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ കടത്തിവിടുന്ന കമ്പോണൻസ് ആണ് ഒന്ന് FMN, ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോടൈഡ് എന്നറിയപ്പെടുന്ന കോഎൻസൈമാണ്. FMN എന്ന് പറയുന്നത് കോഎൻസൈമാണ്. അടുത്തത് FES എന്ന് എഴുതിയിരിക്കുന്ന ഒരു അയൺ സൾഫർ ക്ലസ്റ്ററാണ്. അയണിൻ്റെയും സൾഫറിൻ്റെയും ഒരു ക്ലസ്റ്റർ കോമ്പൗണ്ട്. ഇങ്ങനെ 2 കോമ്പൗണ്ടുകളെ ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു. അതായത് NADH ഓക്സിഡേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന H+ അയോണുകളെ കോംപ്ലക്സിലൂടെ സ്പേസിലോട്ടും അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത് FMN എന്ന കോഎൻസൈമാണ്, ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡ്. നിങ്ങൾ ആ ആരോ മാർഗം ശ്രദ്ധിക്കുക, ഇലക്ട്രോണിൻ്റെ ആരോ മാർഗം ശ്രദ്ധിക്കുക. NADHൻ്റെ ഓക്സിഡേഷൻ്റെ ഫലമായി റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ
FMN എന്ന ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോറ്റൈഡ് എന്ന കോഎൻസൈം സ്വീകരിക്കുകയും അവിടെ നിന്ന് ഇലക്ട്രോണുകളെ അയൺ സൾഫർ ക്ലസ്റ്ററിലൂടെ കടത്തിവിടുന്നു. ഇത് രണ്ടുമാണ് ഒന്നാമത്തെ കോംപ്ലക്സിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻസ്. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സിൽ 2 കമ്പോണൻസാണ് ഉള്ളത്, FMNഉം അയൺ സൾഫർ ക്ലസ്റ്ററും. അതിനുശേഷം ഈ ഇലക്ട്രോണുകളെ മൂന്നാമത്തെ കോംപ്ലക്സിലേക്കാണ് കടത്തിവിടേണ്ടത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു കാരിയറാണ് UQ ആൻഡ് UQH2. UQ എന്ന് പറയുന്നത് യുബിക്വിനോൺ, അതായത് കോഎൻസൈം Q എന്നറിയപ്പെടുന്ന യുബിക്വിനോണും അതുപോലെ തന്നെ UQH2 യുബിക്വിനോൾ എന്നറിയപ്പെടുന്ന ഹൈ എനർജി ഫോം ഓഫ് UQൻ്റെ ഹൈ എനർജി ഫോമിലുള്ള UQH2 ഈ 2 കമ്പോണൻസുമാണ് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് കടത്തിവിടുന്നത്. ഇവിടെ ഒന്നാമത്തെ കോംപ്ലക്സിലെ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരായിരുന്നു? FMN ആയിരുന്നു. അവിടെ നിന്നും ഇലക്ട്രോണുകൾ FMN വഴി, FIS വഴി, UQ വഴി, UQH2 വഴി അവസാനം മൂന്നാമത്തെ കോംപ്ലക്സിലെ ഇലക്ട്രോൺ സ്വീകർത്താവായ ആക്സെപ്റ്ററായ സൈറ്റോക്രോം ബിയിലേക്ക് എത്തിച്ചേരുന്നു. ഓർക്കുക, ATP സിന്തസൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോണിൻ്റെ നേച്ചറിനനുസരിച്ചിട്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഓക്സിഡേഷൻ ഓഫ് 1 molecule ഓഫ് NADH ഗീവ് റൈസ് ടു 3 ATP. ഓരോ തവണയും ഒരു NADH ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് 3 ATP ആണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കോംപ്ലക്സ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. അതായത് ക്രെബ്സ് സൈക്കിളിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് മാറുമ്പോഴാണ് FADH2 ഉണ്ടാകുന്നത് എന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ സക്സിനിക് ആസിഡ് ആദ്യം ഫ്യൂമേറിക് ആസിഡ് മാറുമ്പോഴാണ് FADH2 ഉണ്ടാകുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വലിയ ക്ലാസ്സുകളിലേ പഠിക്കാനുള്ളൂ. എന്നാൽ ഈ ഒരു കോംപ്ലക്സിൽ ആ കാര്യം അറിഞ്ഞിരിക്കുക. സക്സിനിക് ആസിഡ് ഫ്യൂമേറിക് ആസിഡ് മാറുമ്പോഴാണ് FADH2 ഉണ്ടാകുന്നത്. അങ്ങനെ സക്സീനിക് ആസിഡ് ഫ്യൂമേറിക് ആസിഡ് ആവുകയും പിന്നെ മാലിക് ആസിഡ് മാറുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഉണ്ടാകുന്ന FADH2ൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ H+ അയോണുകളും ഇലക്ട്രോണുകളും റിലീസ് ചെയ്യുമല്ലോ. ഈ H+ അയോണുകൾ മൂന്നാമത്തെ കോംപ്ലക്സ് വഴി, നിങ്ങൾ ചിത്രത്തിൽ കാണാം, മൂന്നാമത്തെ കോംപ്ലക്സ് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് വഴി അതിലുണ്ടാകുന്ന H+ അയോണുകളും സ്പേസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ ഇവിടെ FAD എന്ന ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിക്കുകയും അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലുള്ള അയൺ സൾഫർ ക്ലസ്റ്ററിലൂടെ യുബിക്വിനോൻ്റെ ഹൈ എനർജി ഫോമായ UQH2 മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോംപ്ലക്സിൻ്റെ പേരെന്താണ്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനസ് കോംപ്ലക്സ്. ഇതിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്? FAD, അതായത് ഫ്ലേവിൻ അഡിനിൻ ന്യൂക്ലിയോറ്റൈഡ് എന്ന ഒരു കോഎൻസൈമാണ്. മറ്റൊരു കമ്പോണൻ്റാണ് അയൺ സൾഫർ ക്ലസ്റ്റർ. ഈ 2 കമ്പോണൻസുമാണ് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്. ആദ്യം FAD സ്വീകരിക്കുകയും പിന്നീട് അയൺ സൾഫർ ക്ലസ്റ്റർ സ്വീകരിച്ച് UQ വഴി UQH2 വഴി സൈറ്റോക്രോം B എന്ന മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോംപ്ലക്സിലെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാണ്? FAD അല്ലേ? FAD ആയ ഫ്ലേവിൻ അഡിനിൻ ന്യൂക്ലിയോറ്റൈഡ് ആണ് രണ്ടാമത്തെ കോംപ്ലക്സിലെ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇവിടെ നിന്നും ഇലക്ട്രോണുകൾ FAD വഴി അയൺ സൾഫർ ക്ലസ്റ്റർ വഴി UQH2 വഴി മൂന്നാമത്തെ കോംപ്ലക്സിലെ സൈറ്റോക്രോം ബിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോംപ്ലക്സായ സക്സിനേറ്റ് ഡീഹൈഡ്രോജനസിൽ നിന്നുള്ള ഇലക്ട്രോണുകളും ഒന്നാമത്തെ കോംപ്ലക്സായ NADH ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ രണ്ടും എത്തിച്ചേരുന്നത് മൂന്നാമത്തെ കോംപ്ലക്സായ സൈറ്റോക്രോം BC1ലേക്കാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും കോംപ്ലക്സിലുള്ള ഇലക്ട്രോണുകൾ മൂന്നാമത്തെ കോംപ്ലക്സായ സൈറ്റോക്രോം BC1 കോംപ്ലക്സിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെയും ATP സിന്തസിസ് നടക്കുന്നത് ഇലക്ട്രോണിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓരോ മോളിക്യൂൾ FADH2ൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിന് ഈക്വലായി 2 ATP ആണ് ഇവിടെ റിലീസാവുന്നത്. ഓരോ മോളിക്യൂൾ FADH2 ഓക്സിഡേഷന് വിധേയമാകുമ്പോൾ 2 മോളിക്യൂൾ ATP ആണ് റിലീസ് ചെയ്യുന്നത്. ഈ എനർജിയാണ് ഫോസ്ഫോറിലേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കോംപ്ലക്സിലോട്ട് പോകാം, സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഇതിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. സൈറ്റോക്രോമിന് തന്നെ പല ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. സൈറ്റോക്രോം B, സൈറ്റോക്രോം C തുടങ്ങിയ പ്രോട്ടീനുകളും കൂടെ അയൺ സൾഫർ ക്ലസ്റ്ററും. ഒന്നാമത്തെ കോംപ്ലക്സിലുണ്ടായ ഇലക്ട്രോണുകൾ 3ലേക്ക് എത്തിച്ചേർന്നു. രണ്ടാമത്തെ കോംപ്ലക്സിലുള്ള ഇലക്ട്രോണുകളും 3ലേക്ക് എത്തിച്ചേർന്നു. ഇത് എവിടെയാണ് എത്തിച്ചേർന്നത്? സൈറ്റോക്രോം Bയിലാണ് എത്തിച്ചേർന്നത്.
ഈ സൈറ്റോക്രോം ബിയിൽ എത്തിച്ചേർന്ന ഇലക്ട്രോണുകൾ അയൺ സൾഫർ ക്ലസ്റ്റർ വഴി സൈറ്റോക്രോം C1 മെംബ്രെയിന് പുറത്ത്, അതായത് ഇന്നർ മെംബ്രെയിന്റെ പുറത്ത് കാണപ്പെടുന്ന പ്രോട്ടീനായ സൈറ്റോക്രോം C വഴി 4ാമത്തെ കോംപ്ലക്സിൽ എത്തിച്ചേരും. ആരോമാർക്ക് ശ്രദ്ധിക്കുക, സൈറ്റോക്രോം ബിയിലൂടെ അയൺ സൾഫർ പ്രോട്ടീനിലൂടെ സൈറ്റോക്രോം C1 പിന്നെ മെംബ്രെയിന് പുറത്തുള്ള സൈറ്റോക്രോം C എന്ന പ്രോട്ടീൻ വഴി 4ാമത്തെ കോംപ്ലക്സിലെ കോപ്പർ സെന്ററിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ 1ൽ നിന്നും 2ൽ നിന്നും വന്ന ഇലക്ട്രോണുകൾ 3ാമത്തെ കോംപ്ലക്സിലെത്തി. 3ാമത്തെ കോംപ്ലക്സിലുള്ള സൈറ്റോക്രോം ബി, അയൺ സൾഫർ, ദെൻ സൈറ്റോക്രോം C1, പിന്നെ മെംബ്രെയിന് പുറത്തുള്ള സൈറ്റോക്രോം വഴി കോംപ്ലക്സ് 4ലുള്ള കോപ്പർ സെന്ററിലേക്ക് എത്തിച്ചേരും. 1ാമത്തെ കോപ്പർ സെന്റർ ആണ് കോപ്പർ എ, അതാണ് കോപ്പർ എന്ന് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ കോംപ്ലക്സ് സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ്. ഇവിടെയും ഡിഫറെന്റ് ടൈപ്പ് സൈറ്റോക്രോം പ്രോട്ടീൻസ് ഉണ്ട്. ഇതിലൂടെ ഇലക്ട്രോണുകൾ കടന്നു പോകുന്നു. നോക്കാം, 3ാമത്തെ കോംപ്ലക്സിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളെ കോപ്പർ സെന്റേഴ്സ് ആയ കോപ്പർ എയും ബിയും സ്വീകരിക്കുന്നു. അതിനിടയിൽ ഇലക്ട്രോൺ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത് സൈറ്റോക്രോമിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് മോളിക്യൂൾസ് ആണ്, സൈറ്റോക്രോം എയും A3. കൾച്ചർ നോക്കിയാൽ മതി. 3ാമത്തെ കോംപ്ലക്സിൽ നിന്ന് വരുന്ന സൈറ്റോക്രോം സിയിലൂടെ വരുന്ന ഇലക്ട്രോണുകൾ കോപ്പർ സെന്റർ എയിലൂടെ, സൈറ്റോക്രോം എയിലൂടെ, സൈറ്റോക്രോം A3 കോപ്പർ സെന്റർ ബിയിലേക്ക് എത്തിച്ചേരും. അപ്പൊ 4ാമത്തെ കോംപ്ലക്സിലൂടെ H+ അയോണുകൾ കടന്നു പോകുന്നുണ്ട് അല്ലെ, ചിത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആ സമയത്ത് ഇലക്ട്രോണുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ 4ാമത്തെ കോംപ്ലക്സിലൂടെ H+ അയോണുകളും ഇലക്ട്രോണും കടന്നു പോകുമ്പോഴാണ് അത് ഓക്സിജൻ സ്വീകരിക്കുകയും ഓക്സിജൻ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകൾ ഹൈഡ്രജനെയും സ്വീകരിച്ച് വാട്ടർ മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പൊ 4ാമത്തെ കോംപ്ലക്സ് ആയ സൈറ്റോക്രോം C ഓക്സിഡേസിന്റെ പ്രസൻസിലാണ് വാട്ടർ ഫോർമേഷൻ നടക്കുന്നത്. അതായത് 1ാമത്തെ കോംപ്ലക്സിൽ നിന്നും സഞ്ചരിച്ചു തുടങ്ങിയ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അവസാനം എത്തിച്ചേരുന്ന ആരിലാണ്? ഓക്സിജനിലാണ്. അതായത് ഓക്സിജനാണ് അവസാനത്തെ അക്സെപ്റ്റർ. ഫൈനൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് അല്ലെ. അതായത് ഓക്സിജൻ ആണ് ഫൈനൽ അക്സെപ്റ്റർ ആരുടെയൊക്കെ? ഹൈഡ്രജൻ അയോണുകളുടെയും ഇലക്ട്രോണുകളുടെയും. എങ്ങനെയാണ് വാട്ടർ ഫോർമേഷൻ നടക്കുന്നത്? ETSിലെ അവസാനത്തെ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 5 ATP സിന്തേസ് കോംപ്ലക്സ്. ഇതും കാണപ്പെടുന്നത് ഇന്നർ മെംബ്രെയിൻ തന്നെയാണ്. ഇന്നർ മെംബ്രെയിൻ എവിടെയാണെന്ന് നോക്കാം. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ, അതായത് ക്രിസ്റ്റയിൽ കാണപ്പെടുന്ന ടെന്നീസ് റാക്കറ്റിലെ സ്ട്രക്ചേഴ്സിനെ ഓക്സിസോം എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ ഓക്സിസോമിൻ്റെ F1 പാർട്ടിക്കിളിലാണ് ATP സിന്തേസ് എന്ന എൻസൈം പ്രോട്ടീൻ കാണപ്പെടുന്നത്. അപ്പോൾ ക്രിസ്റ്റയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്, F0യും F1ഉം. 2 ചിത്രം കാണാൻ കഴിയും. ഒന്ന് NCERT ടെസ്റ്റിലെ ഫിഗറാണ് മഞ്ഞ കളറിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. F0 F1 എന്ന് പറയുന്നത് 2 തരം പ്രോട്ടീൻ തന്നെയാണ്. അതായത് F0 എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് മെംബ്രെയിനകത്തും F1 എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് മെംബ്രെയിന് പുറത്തുമാണ്. അപ്പോൾ ഓക്സിസോമിൻ്റെ 2 പ്രോട്ടീൻ F0യും F1ഉം. F0 ഇൻ്റഗ്രൽ പ്രോട്ടീൻ കോംപ്ലക്സ് എന്നറിയപ്പെടുന്നു, അതായത് മെംബ്രെയിനിൽ തന്നെ കാണപ്പെടുന്ന പ്രോട്ടീൻ പാർട്ടാണ്. എന്നാൽ F1 പ്രോട്ടീൻ എന്ന് പറയുന്നത് പെരിഫറൽ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്, അതായത് മെംബ്രെയിന് പുറത്ത് മാട്രിക്സിൻ്റെ ഉള്ളിൽ സൈഡിലോട്ട് കാണപ്പെടുന്നു. ഈ ഒരു പ്രോട്ടീൻ കോംപ്ലക്സിൻ്റെ F1 പാർട്ടിക്കിളിലാണ് ATP സിന്തേസ് എന്ന എൻസൈം കോംപ്ലക്സ് കാണപ്പെടുന്നത്. സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്ത H+ അയോണുകളിൽ നിന്നും 2 H+ അയോൺ വീതം ഈ ഒരു പ്രോട്ടീൻ പാർട്ടിലൂടെ മാട്രിക്സിനുള്ളിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോഴാണ് ADPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്, അതായത് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. നമ്മൾ നേരത്തെ 4 കോംപ്ലക്സിലൂടെ പറഞ്ഞ കാര്യമായിരുന്നു. അതിൽ 3 കോംപ്ലക്സിലൂടെ H+ അയോണുകളുടെ മെംബ്രെയിൻ്റെ സ്പേസിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന H+ അയോണുകളിൽ നിന്നും 2 H+ അയോൺ വീതം ഓരോ മൂവ്മെൻറ്റിലും ഈ പ്രോട്ടീൻ പാർട്ടികളുടെ F0യിലൂടെയും F1 പാർട്ടികളുടെയും തിരികെ മാട്രിക്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ADPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP ഉണ്ടാകുന്നത്, അതായത് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ H+ എങ്ങനെയാണ് ഉണ്ടായത്? NADHൻ്റെയും FADHൻ്റെയും ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് H+ അയോണുകൾ ഉണ്ടായി. അത് അവസാനം F1 പാർട്ടിക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് ATP ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 തരം കോംപ്ലക്സിലൂടെ എങ്ങനെയാണ് H+ അയോണുകളും ഇലക്ട്രോണുകളും കടന്നു പോകുന്നതെന്നും അത് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നതും തിരികെ H+ മാട്രിക്സിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ATP ഉണ്ടാകുന്നെന്നും നമ്മൾ വിവിധ ഘട്ടങ്ങളിലൂടെ പഠിച്ചു. ഇനി ഈ 5 തരം കോംപ്ലക്സിലൂടെയുള്ള ഈ പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് ഒരുമിച്ചാക്കി ഒന്ന് പഠിച്ചു നോക്കാം. ഓരോ തവണയും NADHന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന H+ അയോണുകൾ എന്ത് ചെയ്യുന്നു? 1ാമത്തെ കോംപ്ലക്സിലൂടെ സ്പേസിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു. കൂടെ ഉണ്ടാകുന്ന ഇലക്ട്രോണുകൾ
FMN വഴി, അയൺ സൾഫർ പ്രോട്ടീൻ വഴി, യുബിക്വിനോൺ വഴി, യുബിക്വിനോൾ വഴി മൂന്നാമത്തെ കോംപ്ലക്സിൽ എത്തിച്ചേരുന്നു. അവിടെ ആര് ഇലക്ട്രോണെ സ്വീകരിച്ചത്? സൈറ്റോക്രോം ബി. അതേപോലെ രണ്ടാമത്തെ കോംപ്ലക്സ് ആയ സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ് കോംപ്ലക്സ്. ഈ കോംപ്ലക്സിന്റെ പേര് ഓർത്ത് വെച്ചിരിക്കാം. ഒന്നാമത്തെ കോംപ്ലക്സിന്റെ പേര് NADH ഡീഹൈഡ്രജനേസ് കോംപ്ലക്സ്. അവിടെ നിന്നുണ്ടായ ഇലക്ട്രോണുകൾ മൂന്നാമത്തെ കോംപ്ലക്സിൽ എത്തിച്ചേർന്നു. രണ്ടാമത്തെ കോംപ്ലക്സ് ആയ സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ് കോംപ്ലക്സിലൂടെയും ഇലക്ട്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഉണ്ടായത്? FADH2 കൺവേർട്ട് ചെയ്യുമ്പോൾ, ഓക്സിഡേഷൻ നടക്കുമ്പോൾ FAD ആയിട്ട് മാറുമ്പോൾ അതിലുണ്ടാവുന്ന ഇലക്ട്രോണുകൾ FAD വഴി, അയൺ സൾഫർ ക്ലസ്റ്റർ വഴി, യുബിക്വിനോൾ വഴി മൂന്നാമത്തെ കോംപ്ലക്സിൽ എത്തിച്ചേരുന്നു. മൂന്നാമത്തെ കോംപ്ലക്സിന്റെ പേരെന്താണ്? സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഇവിടെ എത്തിയ ഇലക്ട്രോണുകളെ സൈറ്റോക്രോം ബി സ്വീകരിക്കുകയും അയൺ സൾഫർ ക്ലസ്റ്റർ വഴി സൈറ്റോക്രോം C1 മെംബ്രെയിന് പുറത്തുള്ള രണ്ട് തരം സൈറ്റോക്രോം C വഴി നാലാമത്തെ കോംപ്ലക്സിലേക്ക് കടത്തിവിടുന്നു. നാലാമത്തെ കോംപ്ലക്സിന്റെ പേര് സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. ഇവിടെ രണ്ട് കോപ്പർ സെന്ററുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സെന്റർ ആണ് കോപ്പർ A. ഈ കോപ്പർ സെന്റർ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയും സൈറ്റോക്രോം പ്രോട്ടീനായ എയിലൂടെ, ദെൻ A3 ദെൻ കോപ്പർ സെന്റർ ബിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ സമയത്ത് ഇതിലൂടെ കടന്നു പോകുന്ന H+ അയോണുകളിലെ കുറച്ച് H+ അയോണുകളും ഈ ഇലക്ട്രോണുകളും ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത് കോംപ്ലക്സ് 4ലാണ്. ഇപ്പൊ 3 കോംപ്ലക്സ് വഴി H+ അയോൺ കടന്നു പോകുന്നു. നോക്കാം. ഒന്നാമത്തെ കോംപ്ലക്സിലൂടെ കടന്നു പോകുന്നത് കണ്ടു. മൂന്നാമത്തെ കോംപ്ലക്സിലൂടെയും H+ അയോണുകൾ കടന്നു പോകുന്നുണ്ട്. അതായത് ഈ FAD കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന H+ അയോണുകളും മൂന്നാമത്തെ കോംപ്ലക്സ് വഴിയാണ് കടന്നു പോകുന്നത്. അതുപോലെ നാലാമത്തെ കോംപ്ലക്സിലൂടെയും H+ അയോണുകൾ കടന്നു പോകുന്നുണ്ട്. ഇതാണ് നേരത്തെ ആദ്യം കാണിച്ച ചിത്രത്തിൽ 3 ആരോ മാർക്ക് കൊടുത്തിരുന്നതാണ്. ഈ ചിത്രം നോക്കുക. ആദ്യം പറഞ്ഞ ചിത്രം ഒന്ന് ഓർത്തു നോക്കിയേ. ഇവിടെ ആ 3 ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നില്ലേ, പുറത്തോട്ട് കാണിച്ചിരിക്കുന്നതെല്ലാം ഈ 3 ആരോ മാർക്ക് തന്നെയാണ്. അതായത് ഒന്നാമത്തെ കോംപ്ലക്സിലൂടെ H+ അയോണുകൾ കടന്നു പോകുന്നു, ദെൻ മൂന്നാമത്തെ കോംപ്ലക്സിലൂടെ, ദെൻ നാലാമത്തെ കോംപ്ലക്സിലൂടെ. ഇങ്ങനെ 3 കോംപ്ലക്സിലൂടെ H+ അയോണുകൾ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ H+ അയോണുകൾ എവിടെ നിന്നാണ് ഉണ്ടായത്? NADH-ന്റെയും FADH-ന്റെയും ഓക്സിഡേഷൻ നടക്കുമ്പോൾ H+ അയോണുകൾ ഈ 3 കോംപ്ലക്സ് വഴി സ്പേസിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു. കൂടേണ്ട ഇലക്ട്രോണുകൾ 1-ൽ നിന്നും 3-ലേക്ക്, 2-ൽ നിന്നും 3-ലേക്ക്, മൂന്നാമത്തെ കോംപ്ലക്സിൽ നിന്നും നാലാമത്തെ കോംപ്ലക്സിലേക്ക്. കൂടേണ്ടാവുന്ന ഇലക്ട്രോണുകൾ ഒന്നാമത്തെ കോംപ്ലക്സിൽ നിന്നും മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക്, രണ്ടാമത്തെ കോംപ്ലക്സിൽ നിന്നും മൂന്നാമത്തെ കോംപ്ലക്സിലേക്ക്, അവിടെ നിന്ന് നാലാമത്തെ കോംപ്ലക്സിലേക്ക് എത്തിച്ചേരും. 4 എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ഫോർമേഷൻ നടക്കും. ഈ H+ അയോണുകളും ഇലക്ട്രോണുകളും ഓക്സിജൻ തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോർമേഷൻ നടക്കും. സ്പേസിൽ ഇപ്പോൾ H+ന്റെ അളവ് കൂടുതലല്ലേ, കുറയ്ക്കണമല്ലോ. അതെന്ത് ചെയ്യുന്നു? 5ാമത്തെ കോംപ്ലക്സ് കാണപ്പെടുന്ന ഓക്സിസോമിലൂടെ കടത്തിവിടുന്നു. ഓക്സിസോമിലെ F1 അതുപോലെ F0 പോർഷൻസ് ആണ് H+നെ കടത്തിവിടാൻ സഹായിക്കുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിലൂടെ H+ അയോണുകളെ തിരികെ മാട്രിക്സിലൂടെ കടത്തിവിടുമ്പോഴാണ് ADPയിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ATP ഫോർമേഷൻ നടക്കുന്നത്. ഇങ്ങനെ NADH-ന്റെയും FADH-ന്റെയും ഓക്സിഡേഷൻ അതുപോലെ റിഡക്ഷൻ പ്രോസസ് നടക്കുന്നത് കൊണ്ട് ആ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു കെമി ഓസ്മോട്ടിക് ഹൈപ്പോസിസിന് എക്സാമ്പിൾ ആണ്. അതായത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ഹൗ ATP പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അത് ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് റെസ്പിറേഷനിലായാലും ഫോട്ടോസിലായാലും ATP ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് ക്ലോറോപ്ലാസ്റ്റിലാണെങ്കിൽ ഇവിടെ മൈറ്റോകോൺട്രിയയിൽ. ഇത് എങ്ങനെ ഉണ്ടാകും തെളിയിക്കുന്ന ഒരു ഹൈപ്പോസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോസിസ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നുള്ള എനർജി യൂട്ടിലൈസേഷന്റെ ഫലമായിട്ടാണ് ഫോസ്ഫോറിലേഷൻ നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഈ ATP ഫോർമേഷനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പേര് പറയുന്നത്. ഇപ്പൊ എന്താണ് ETS? ഇവിടെ ഇലക്ട്രോണുകൾ കടന്നുപോയി കണ്ടില്ല. ആ ചിത്രം നോക്കൂ. ഒന്നാമത്തെ കോംപ്ലക്സിലെ ഇലക്ട്രോണുകളെല്ലാം 3-ലെത്തി, 2-ലെ ഇലക്ട്രോണുകളെല്ലാം 3-ലെത്തി, 3-ൽ നിന്ന് 4-ലെത്തി വാട്ടർ ഫോർമേഷൻ നടന്നു. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ ഈ ഒരു പാത്വേക്ക് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നും അതുവഴി ഉണ്ടാകുന്ന ATP ഫോർമേഷൻ ഓക്സിഡേഷൻ നടന്നുണ്ടായത് കൊണ്ടാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ആകെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യും. ഇനി വരാൻ ചാൻസ് ഉള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എക്സ്പാൻഡ് ETS. എല്ലാവർക്കും അറിയാം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ്? ഇത് എവിടെ നടക്കുന്നു? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ.
നെയിം ദ ഓൾ കോംപ്ലക്സസ് ഇൻ ETS. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 5 കോംപ്ലക്സിന്റെ പേര് പറയുക. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനസ് കോംപ്ലക്സ്. കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജനസ് കോംപ്ലക്സ്. കോംപ്ലക്സ് 3 സൈറ്റോക്രോം B(C)1 കോംപ്ലക്സ്. കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. കോംപ്ലക്സ് 5 ATP സിന്തേസ് കോംപ്ലക്സ്. 5 കോംപ്ലക്സ് പഠിച്ചു വെച്ചിരിക്കുക. വിച്ച് ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ETS? ഈ ETSലെ ഇലക്ട്രോൺ അക്സെപ്റ്റർ, ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ ഓക്സിജൻ. കാരണം ഓക്സിജനിലേക്കാണ് ഈ ഇലക്ട്രോണുകളെല്ലാം വന്ന് ചേരുന്നത്. വിച്ച് ഈസ് ദ ഫൈനൽ പ്രോട്ടോൺ അക്സെപ്റ്റർ ഇൻ ETS? പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ്, കടത്തിവിടുന്നതല്ല. ഈ പ്രോട്ടോണുകളെ അവസാനമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ തന്നെയാണ്. വൈ ATP ഫോർമേഷൻ ഇൻ ETS ഈസ് കാൾഡ് ആസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ATP ഫോർമേഷനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്? കാരണം റെസ്പിറേഷൻ നടക്കുമ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതെല്ലാം ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെയാണ്. NADH-ന്റെയും FeDH-ന്റെയും ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് നടക്കുമ്പോഴാണ് ATP യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പാത്വേ ഫ്രം കോംപ്ലക്സ് 1 ടു കോംപ്ലക്സ് 2. കോംപ്ലക്സ് 1 നിന്നും കോംപ്ലക്സ് 2ലേക്കുള്ള ഇലക്ട്രോൺ പാത്വേ നോക്കാം. FMN-ൽ നിന്നും അയൺ സൾഫർ പ്രോട്ടീനിലേക്ക് UQH2 വഴി സൈറ്റോക്രോം Bയിലേക്ക്. റൈറ്റ് ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പാത്വേ ഫ്രം കോംപ്ലക്സ് 2 ടു കോംപ്ലക്സ് 3. കോംപ്ലക്സ് 2ൽ നിന്നും കോംപ്ലക്സ് 3ലേക്കുള്ള പാത്വേ നോക്കൂ. FAD, then FES, UQH2, then cytochrome B. Write the electron transport pathway from complex 3 to 4. Pathway നോക്കുക. cytochrome B, then iron sulfur protein, cytochrome C1, cytochrome C, then copper A. Write the electron transport pathway in complex 4. Complex 4ലെ electron pathway നോക്കുക. കോപ്പർ സെന്റർ എയിൽ നിന്നും സൈറ്റോക്രോം എയിലേക്ക്, then A3ലേക്ക്, കോപ്പർ സെന്റർ ബിയിലേക്ക്. Which complex helps the formation of water? കോംപ്ലക്സ് 4 ആയ സൈറ്റോക്രോം C ഓക്സിഡേസ്, അതിന്റെ സഹായത്തിലാണ് വാട്ടർ ഫോർമേഷൻ നടന്നത്. വിച്ച് കോംപ്ലക്സ് ഹെൽപ്പ് ദ ഫോർമേഷൻ ഓഫ് ATP? കോംപ്ലക്സ് 5, അതായത് കോംപ്ലക്സ് 5 ATP സിന്തേസിന്റെ സഹായത്തിലാണ് ATP നിർമ്മിക്കപ്പെട്ടത്. വിച്ച് കോംപ്ലക്സ് ഹെൽപ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? അതിന്റെ ആൻസറും കോംപ്ലക്സ് 5 തന്നെയാണ്. ഇത് പ്രീവിയസ് ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആണ്. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ കോംപ്ലക്സിലെയും രണ്ടാമത്തെ കോംപ്ലക്സിലും പിന്നെ ഇടയ്ക്കുള്ള പ്രോട്ടീനുകൾ ലേബൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ABCD വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഫ്രം ദ ബോക്സ്. ബോക്സ് തന്നിട്ടുണ്ട്, അത് വെച്ച് എഴുതുക. അപ്പൊ ഇവിടെ A എന്ന് കൊടുത്തിരിക്കുന്നത് അയൺ സൾഫർ ആണ്, B എന്ന് കൊടുത്തിരിക്കുന്നത് EQ, then C എന്ന് കൊടുത്തിരിക്കുന്നത് സൈറ്റോക്രോം B, D എന്ന് കൊടുത്തിരിക്കുന്നത് സൈറ്റോക്രോം C ആണ്. അത് പാത്വേ വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ കോംപ്ലക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഈ കോംപ്ലക്സിന്റെ പേര് കോംപ്ലക്സ് 5 ATP സിന്തേസ് കോംപ്ലക്സ്. ഫംഗ്ഷൻ ചോദിച്ചാൽ കെമി ഓസ്മോസിസ്, ദെൻ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ATP സിന്തസിസ്. കെമി ഓസ്മോസിസ് നടക്കുന്നു, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു, ദെൻ ATP സിന്തസിസ് നടക്കുന്നു. ഇതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, ഇതുവരെ ഒരു 10 വർഷത്തിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ഇതാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പോസിബിൾ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. അപ്പം ETS നന്നായിട്ട് വർക്ക് ചെയ്യുക. വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ടോപ്പിക്കുമായി. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.